നമുക്കൊരു കൂന്തൽ വെച്ചിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണാം നമുക്ക്. നമുക്കൊരു കുക്കറിലിട്ടിട്ട് അത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഒരു 2 വിസിൽ. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെക്കണേ. ഇനി വേണ്ടത് ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് കുറച്ച് ചതച്ചത് വേണം. കുറച്ച് ഇഞ്ചി വേണം, 2 പച്ചമുളക് വേണം, പിന്നെ കുറച്ച് 2-3 വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വേണം. അത് മൊത്തം ഒന്ന് ചതച്ചെടുക്കാം. അപ്പത്തിന് ഇതിങ്ങനെ ചതച്ചാൽ മതി. നല്ലോണം പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, നമുക്ക് റോസ്റ്റിനാണല്ലോ. സവാള നല്ലോണം വാടിയതിന് ശേഷം നമുക്കിതൊക്കെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി നമുക്കിതിലേക്ക് നന്നാക്കി ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് സവാളയുടെ കൂടെ നല്ലോണം ഒന്ന് വാടി കിട്ടണം. ഇഞ്ചിയുടെയൊക്കെ ആ ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി വേണം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി എടുക്കാം. ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ബീഫ് മസാലപ്പൊടിയാണ്. അതൊരു ടേബിൾ സ്പൂണും കൂടെ വേണം. പിന്നെ ലേശം നമ്മുടെ ഗരം മസാല വേണം. ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം. ഇത് നല്ലോണം എണ്ണയിലൊന്ന് വഴഞ്ഞിട്ട് അതിട്ട് പിന്നെ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. അത് നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം പിന്നെ നമുക്ക് തക്കാളി അരച്ച് വെച്ചതാണ് ഞാൻ, 2 തക്കാളി, അതും കൂടെ പേസ്റ്റ് ഇതൊക്കെ ആഡ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. നല്ലോണം അത് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലോണം ഈ തക്കാളിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. മസാലയിട്ട് എണ്ണയ്ക്കൊന്ന് നല്ലോണം ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് എണ്ണയിൽ നല്ലോണം വാട്ടി കൊടുക്കണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് വരിക. ഇതിലൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യത്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കൂന്തളി നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇതൊക്കെ വെള്ളമൊന്ന് വറ്റി വരണം. അതുവരെ നമ്മളിത് ഫുള്ള് തീയിലിട്ടിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെയൊക്കെ നല്ലോണം നീരൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ബീഫ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. കഴിക്കാത്തവർ ആരാണെങ്കിലും കഴിക്കും. അപ്പം ഓക്കെ, ബൈ.